പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങളോടൊപ്പം കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനമായിട്ടായിരിക്കാൻ സ്വർഗത്തിലെ ഇടയാക്കിയതിന് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവിന്റെ വചനം മാറാത്ത വചനം. ആ വചനത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ എത്രത്തോളം സ്വീകരിക്കുന്ന അത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അത്ഭുതം എന്ന് പറയുന്നത് മനുഷ്യന്റെ ബുദ്ധിക്കും മനുഷ്യന്റെ ചിന്തയ്ക്കും അതീതമായതാണ്. നമുക്ക് ദൈവവചനത്തെ എത്രത്തോളം മനസ്സിലാക്കുന്ന അത്രത്തോളം ജീവിതത്തെ നമുക്ക് ആസ്വദിക്കാൻ കഴിയും. നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ എല്ലാ നാളും ഓരോരോ വിഷയങ്ങളുണ്ടല്ലേ. നമ്മള് മനുഷ്യരെ കുറിച്ച് പറയാറുണ്ട്, അവരവർക്ക് അവരവരുടേതായ നിലയിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് പറയാറുണ്ട്. അപ്പൊ എല്ലാവരുടേതായ ജീവിതത്തിൽ അവരവരുടേതായ പ്രശ്നങ്ങളും വെല്ലുവിളികളിൽ കൂടെ ഒക്കെ കടന്നു പോകുന്നവരാണ് മിക്കവാറും മനുഷ്യരൊക്കെ. പക്ഷെ നമ്മൾ എത്രത്തോളം ദൈവവചനത്തിൽ നമ്മുടെ ജീവിതത്തെ ഉറപ്പിക്കുന്നു അത്രത്തോളം നമ്മുടെ ജീവിതം ആസ്വാദ്യകരമാകും, സ്വസ്ഥതയുള്ളതാകും. നമുക്ക് കർത്താവിന്റെ വചനം നമ്മുടെ ജീവിതത്തിൽ ഉറപ്പ് തരുന്നത്. കർത്താവായ യേശു ക്രിസ്തു മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിൽ വചനം വളരെ മനോഹരമായിട്ട് ഗിരിപ്രഭാഷണം എന്നറിയപ്പെടുന്ന ആ 3 അധ്യായങ്ങളിൽ കർത്താവ് പറയാനുള്ളതെല്ലാം പറഞ്ഞു വന്നതിന് ശേഷം അവസാനം കർത്താവ് പറഞ്ഞു നിർത്തുന്ന ഇങ്ങനെയാണ്: എന്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെ പാറമേൽ വീട് പണിത് ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാണ്. പാറമേൽ വീട് പണിത് ബുദ്ധിയുള്ള മനുഷ്യൻ. അപ്പൊ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ ഈ ദൈവവചനം കേട്ട് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഉറപ്പെന്ന് പറയുന്നത് അസാധാരണമായത്. നമുക്കറിയാം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ പരസ്യ ശുശ്രൂഷ കാലത്തെ കുറിച്ചാണ് ഞാൻ ജീവിതം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത്. യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ കാലഘട്ടം നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, കർത്താവിനുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു ബോധ്യം എന്ന് പറയുന്നത്, ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു ബോധ്യം എന്ന് പറയുന്നത്, എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഞാനും പിതാവ് ഒന്നാണ്. മീ ആൻഡ് മൈ ഫാദർ വി ആർ വൺ. അപ്പൊ ആ ഒരു വൺനെസിന്റെ ബോധ്യം, ആ ഒന്നാണെന്നുള്ള ബോധ്യം എല്ലാ പ്രതിസന്ധികളെയും മറികടന്നു പോകാനായിട്ട് കർത്താവിന് മതിയായതാണ്. അതിനോളം ശക്തമേറിയതൊന്നും കർത്താവിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. അതിനോളം മതിയായിരുന്നു, അത്രത്തോളം ശക്തമായി കർത്താവ് തന്റെ ശുശ്രൂഷയുടെ എല്ലാ മേഖലകളിലും കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഞാനല്ല ചെയ്യുന്നത്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുകയാണ് എന്ന ബോധ്യത്തിൽ കർത്താവ് ഓരോ കാര്യം ചെയ്യും. നമുക്ക് എത്ര മനോഹരമായിട്ടാ ആ കർത്താവിന്റെ ശുശ്രൂഷയുടെ നിവർത്തി കാണാൻ സാധിക്കുന്നത് അല്ലേ. അവന് നമ്മളെ വചനത്തിൽ കാണുന്ന ഒരു കാര്യം ഇതാണ്, യേശു ക്രിസ്തു ക്രൂശിൽ പറഞ്ഞൊരു കാര്യമാണ്, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, എല്ലാം നിവൃത്തിയാണ്. എന്നാൽ നമുക്ക് ഫിലിപ്പ് ലേഖന 2-ാം അധ്യായത്തിൽ കാണാൻ സാധിക്കുന്നത്, അവൻ ക്രൂശിലെ മരണത്തോളം തന്നെ താഴ്ത്തി അനുസരണമുള്ളവരായി തീർന്നു. അതായത് പെർഫെക്റ്റ് ഒബീഡിയൻസ്, തികവുള്ളതായ ഒരു അനുസരണത്തെയാണ് നമ്മൾ അവിടെ കാണുന്നത്. യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ കാലത്ത്, അല്ലെങ്കിൽ ശുശ്രൂഷ മുഴുവനായിട്ട് നമ്മൾ നോക്കിയാൽ ഒരു തികവുള്ള ശുശ്രൂഷ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ, വിശ്വസിക്കുക എന്നതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. അപ്പൊ അവിടെ വാക്യത്തിന്റെ ഒരു ചിട്ട ഭയങ്കരമാണ്. അതായത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അതായത് അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടത്. അപ്പൊ അബ്രഹാം ജാതികളുടെയും പരിച്ഛേദനയേറ്റവരുടെയും അഗ്രചർമ്മക്കാരുടെയും പിതാവായിരുന്നു. ആ അബ്രഹാമിനെ കുറിച്ച് കാണുന്നത്, അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവിൽ, അവിടെയാണ് ക്രിസ്തുവിൽ വന്നപ്പോ എന്തായി? അബ്രഹാമിന്റെ അനുഗ്രഹം. അബ്രഹാം പരിച്ഛേദന ഏൽക്കുന്നതിന് മുമ്പ് തന്നെ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടു, ദൈവത്തിന് നീതീകരണം പ്രാപിച്ചു. അപ്പം പരിച്ഛേദന ഏൽക്കുന്നതിന് മുമ്പ് ജാതികളുടെ കൂടെയാണ്, പരിച്ഛേദന ഇല്ലാത്തവരെ ജാതികളെന്ന് അവർ പറഞ്ഞു. അപ്പൊ അവരുടെയും പിതാവായി, എന്നാൽ പരിച്ഛേദന ഏറ്റവരുടെയും പിതാവായി. അപ്പൊ അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവിൽ. അവിടെ ക്രിസ്തുവിൽ വന്നപ്പോൾ എന്താണ്? ജാതി എന്നോ യഹൂദനെന്നോ വ്യത്യാസമില്ലാത്തത് ക്രിസ്തുവിലാണ്. അപ്പൊ അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിനാണ്. നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. ആത്മാവ്, പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്: ഞാൻ അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പോകും. അവിടെ എന്തില്ല? ജാതി എന്നോ യഹൂദനെന്നോ വ്യത്യാസങ്ങളില്ലാതെ സകല ജഡത്തിന്റെ മേലും ഞാൻ എന്റെ ആത്മാവിനെ പോകും. സകല ജഡത്തിന്റെ മേലും ഞാൻ എന്റെ ആത്മാവിനെ പോകും. സകല ജഡത്തിന് മേലും പകരപ്പെടുന്ന ആത്മാവ് സകലരെയും വിശ്വസിക്കുന്ന ഏവനും. അപ്പൊ പരിശുദ്ധാത്മാവ് സകല ജഡത്തിനുമുള്ളത്, സകലർക്കുമുള്ളതാണ്. അതായത് ആത്മാവിലൂടെ ലഭിക്കുന്നത് എന്താണ്?
റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, പിന്നെയും നിങ്ങൾ ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവ്. അപ്പൊ പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിക്കുന്ന എന്താണ്? സൺഷിപ്പ്, പുത്രത്വം. അപ്പൊ പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിച്ചത് എന്താ? മക്കൾ എന്ന പദവി ലഭിച്ചു. അപ്പൊ ആത്മാവിനെ നമുക്ക് നൽകുക എന്ന് പറയുമ്പോൾ അവിടെ ആരാണ്? ജാതി എന്നോ വിജാതീയൻ എന്നോ വ്യത്യാസമില്ല, സകലർക്കും ഹല്ലേലൂയ യേശുക്രിസ്തു മുഖാന്തരം ആത്മാവിനാൽ പുത്രത്വം ലഭിച്ചിരിക്കുന്നു. മക്കൾ എന്ന പദവിയിലേക്ക് നമ്മൾ പ്രവേശിക്കുക. മക്കൾ. അപ്പൊ നിങ്ങൾ ഞാനും ആരായിട്ട് മാറി? മക്കളായിട്ട് മാറി. എങ്ങനെ? ക്രിസ്തുവിലൂടെ. ആത്മാവിന്റെ അനുഗ്രഹം, അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിൽ ജാതികൾക്ക് വരേണ്ടതിനും നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. അപ്പൊ ആത്മാവെന്ന വാഗ്ദത്ത വിഷയം നമ്മൾ പ്രാപിക്കുമ്പോൾ അബ്രഹാമിന്റെ വാഗ്ദത്തത്തിന് അവകാശികളായിട്ട് നമ്മൾ തീരുക. ആമേൻ. അപ്പൊ ഈ ആത്മാവ് നമുക്ക് നൽകുന്നതാണ് പുത്രത്വം. അപ്പൊ നമുക്ക് യേശുക്രിസ്തുവിനെ ലൂക്കോസിന് സുവിശേഷം 4-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനായി, അവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി മരുഭൂമിയിലേക്ക് പുറപ്പെട്ടു. യേശു ആത്മാവ് നിറഞ്ഞവനെ മരുഭൂമിയിലേക്ക്. എന്നാലും മരുഭൂമിയിൽ വെച്ച് പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടതിന് ശേഷം അതിനുശേഷം ഇങ്ങനെ പറയുന്നത്, അവൻ ആത്മാവിന്റെ ശക്തിയോടെ ഗലീലിലേക്ക് മടങ്ങിച്ചു. ആത്മാവിന്റെ ശക്തിയോടെ. അപ്പൊ ആത്മാവിൽ നിറഞ്ഞവനായ കർത്താവ് ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങിച്ചു. ശക്തി ലഭിച്ചവനായ കർത്താവ് 14-ാം ലൂക്കോസിന് സുവിശേഷം 4-14 ശക്തി ലഭിച്ചു എന്ന് പറയുമ്പോൾ 4:36 പറയുകയാണ്, അവൻ അധികാരത്തോടും ശക്തിയോടും കൂടെ അശുദ്ധാത്മാക്കളോട് കൽപ്പിച്ചു, അവ വിട്ടുപോവുകയും ചെയ്തു. അപ്പൊ അവിടെ യേശുവിൽ കാണാൻ സാധിക്കുന്നത് ശക്തിയുള്ളവൻ അധികാരത്തോടെ പ്രഖ്യാപിക്കുക. അപ്പൊ നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, യേശുക്രിസ്തുവിൽ വസിച്ച ആത്മാവ്, അപ്പോസ്തല പ്രവൃത്തി അതിന്റെ 10-ാം അധ്യായത്തിന്റെ 38-ാം വാക്യം ഇങ്ങനെയാണ് കാണുന്നത്, നസ്രയനായ യേശുവിനെ പിതാവായ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തും അവനോട് കൂടിരുന്ന്, ആമേൻ, അവനോട് കൂടിരുന്നോണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട്. അപ്പൊ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് യേശുവിനെ പിതാവായ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. അപ്പൊ ആത്മാവിന്റെയും ശക്തിയുടെയും നിറവ് യേശുവിലുണ്ടായി. അതാണ് നമ്മൾ അവിടെ കാണുന്നത്. അപ്പൊ ആത്മാവിന്റെ ശക്തി ദ പവർ, ശക്തിയാൽ നിറഞ്ഞവനാണ്. അപ്പൊ ആ യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർക്കും. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 49-ാം വാക്യം. അപ്പോസ്തല പ്രവൃത്തി 1:8 പറഞ്ഞത്, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്, പരിശുദ്ധാത്മ നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്. അപ്പൊ നമ്മുടെ ജീവിതത്തിനകത്ത് നിങ്ങൾക്കും എനിക്കും ലഭിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പരിശുദ്ധാത്മാവ്. ഏറ്റവും വലിയ ഗിഫ്റ്റ് ആണ്, ഏറ്റവും വലിയ ബെനഫിറ്റ് ആണ് പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് വന്നപ്പോൾ നമുക്ക് ലഭിച്ചത് എന്താ? ശക്തി. ഈ ശക്തി നമുക്ക് ലഭിച്ച് നമ്മൾ ശക്തന്മാരായി മാറി എന്ന് പറയുന്നത് കൊണ്ട് നമുക്കറിയാം, ശിംശോന്റെ മേൽ ആത്മാവ് വന്നപ്പോ ഒരു കഴുതയുടെ താടിയെല്ലുകൊണ്ട് അവൻ അനേകരെ കൊന്നു കളഞ്ഞു എന്നാണ് വചനത്തിൽ കാണുന്നത്. എന്നാൽ യേശുക്രിസ്തു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി പുറപ്പെട്ടു പോയവനായ യേശു നമുക്ക് കാണാൻ സാധിക്കുന്നത്, ലെഗ്യോൻ എന്ന പിശാച് ബാധിച്ചവൻ, ലെഗ്യോൻ എന്ന് പറയുമ്പോൾ ഏകദേശം 6000-ഓളം വരുന്ന ഭൂതത്താൽ പിടിക്കപ്പെട്ട ഒരുത്തനെ യേശു ഒരൊറ്റ വാക്കുകൊണ്ട് സൗഖ്യമാക്കി. അപ്പൊ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു വ്യത്യാസം എന്താന്ന് വെച്ചാൽ, നമുക്ക് പഴയ നിയമത്തിൽ ആത്മാവ് വരുമ്പോൾ കായികമായ ശക്തി ലഭിക്കുകയും ആളുകളെ പ്രതിരോധിക്കാനും, നമുക്കറിയാം ദാവീദിന് മേൽ ആത്മാവ് വന്ന ദാവീദ് മനുഷ്യരെ കൊന്നുകളയുന്നതായി, അല്ലെ, അനേകരെ ശത്രുക്കളെ കൊന്നുകളയും. പക്ഷേ യേശുക്രിസ്തുവിലൂടെ നാം മനസ്സിലാക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ വരുമ്പോൾ കായികമായ ശക്തിയല്ല അവിടെ പ്രദാനം ചെയ്യുന്നത്, പകരമായി ആത്മാവിൽ നമ്മളെ ബലവാന്മാരാക്കുക. എന്തിനാണ്? പഴയ നിയമത്തിൽ ശത്രുവിനോട് പ്രതികാരം ചെയ്യാനായിട്ട് അവരെ ബലപ്പെടുത്തിയെങ്കിൽ പുതിയ നിയമത്തിൽ ശത്രുവിനെ സ്നേഹിക്കാനായിട്ട്, ശപിക്കുന്നവരെ അനുഗ്രഹിക്കാനായിട്ട്, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട്. ഇത് പരിശുദ്ധാത്മാവിനാൽ നമുക്ക് ലഭിക്കുന്ന ഒരു ഗിഫ്റ്റ് ആണിത്. അപ്പൊ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മളുടെ ശക്തന്മാരാകും. എങ്ങനെ? കായികമായിട്ടല്ല, ആത്മീകമായിട്ട്. ആത്മമേഖലകളിൽ അധികാരം പുലർത്തുന്നവരായി, ദാരിദ്ര്യത്തിന്റെയും ശാപത്തിന്റെയും രോഗത്തിന്റെയും നിന്ദകളുടെയും സ്ട്രെസ്സിന്റെയും ഭാരത്തിന്റെയും ആത്മാവിനെ തകർത്തു കളയുന്ന ഒരു അധികാരം പ്രാപിച്ചവരായിട്ട് നമ്മൾ മാറും, അധികാരമുള്ളവരായിട്ട് നമ്മൾ മാറും.
അത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. അധികാരമുള്ളവരായി തീരുക. എങ്ങനെ? ആത്മാവിൽ. അപ്പൊ ഈ ആത്മാവിലെ അധികാരം പ്രാപിക്കുമ്പം എപ്പോഴാണോ നമ്മൾ ആത്മാവിൽ അധികാരമുള്ളവരായിട്ട് മാറുന്നത്, ആത്മാവിൽ അധികാരമുള്ളവരായിട്ട് മാറുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിനകത്ത് ഏതെങ്കിലും ഒരു വ്യക്തിയെ തോൽപ്പിക്കുന്നതിലല്ല നമ്മുടെ ഫോക്കസ് ഇരിക്കുന്നതും, നമ്മുടെ ജീവിതത്തിനകത്ത് തന്നെ ഉള്ളതായ ശാപത്തെയും ദാരിദ്ര്യത്തെയും നിരാശയും, നമുക്ക് ക്ഷമിക്കാൻ കഴിയാത്ത അവസ്ഥ, സ്നേഹിക്കാൻ കഴിയാത്ത അവസ്ഥ, മറക്കുവാൻ കഴിയാത്ത അവസ്ഥ, സ്വസ്ഥമായിരിക്കാൻ കഴിയാത്ത അവസ്ഥ, ഇവിടെ ആത്മാവിന്റെ ശക്തി എന്റെ മേൽ വരുമ്പോൾ എന്റെ അകത്തു തന്നെ വാഴുന്ന പല ശത്രുവിനെയും ഞാൻ ജയിക്കാനായിട്ട് തുടങ്ങും. അതാണ് പുതിയ നിയമത്തിൽ ആത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ ശക്തിയാൽ ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം 1:12 പറയുകയാണ്, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവ മക്കളാകാൻ അധികാരം ലഭിച്ചു. ദൈവത്തിന്റെ മക്കളാകാനായിട്ട്. അപ്പൊ മക്കളായിട്ട് മാറി. അപ്പൊ മക്കളാകാൻ അധികാരം ലഭിച്ചു. മക്കളാക്കി എന്നല്ല, മക്കളാകാൻ അധികാരം ലഭിച്ചു. അധികാരം എന്ന് പറയുന്നത് ഇൻവിസിബിൾ പവർ ആണ്. അതോറിറ്റി ഈസ് ഇൻവിസിബിൾ പവർ. പവർ ഈസ് വിസിബിൾ അതോറിറ്റി. അതായത് നമ്മുടെ ശക്തി എന്ന് പറയുന്നത്, അതായത് മറഞ്ഞിരിക്കുന്ന അധികാരത്തിന്റെ പ്രകടനമാണ് ശക്തി എന്ന് പറയുന്നത്. എന്നാൽ അധികാരം എന്ന് പറയുന്നത് വെളിപ്പെടുന്ന ശക്തിയുടെ മറഞ്ഞിരിക്കുന്ന കാര്യമാണ് അധികാരം എന്ന് പറയുന്നത്. അധികാരമുള്ള വ്യക്തിയിൽ ശക്തിയുണ്ട്. അപ്പോ അവിടെ നമുക്ക് കാണാൻ, നമുക്ക് അധികാരം ലഭിച്ചിരിക്കുക. എന്തിനാ? മക്കളാകാനായിട്ട്. നമ്മൾ ആരായിട്ട് മാറി? മക്കളായിട്ട് മാറി. സൺസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ മക്കൾ എന്ന് പറയുന്ന ശ്രേഷ്ഠകരമായ ഒരു പദവിയിലേക്ക് നാം ആയത്. മക്കൾ എന്ന് പറയുന്ന വെരി ഇമ്പോർട്ടന്റ് പദവിയിലേക്ക് നമ്മളായിത്തീർന്നു. അപ്പൊ അങ്ങനെ ആ മക്കൾ എന്ന് പറഞ്ഞ പദവിയിലായിത്തീർന്ന നാം, അത് നാം ആയിത്തീരുക എന്നതിനപ്പുറത്ത് ഇവിടെ പറയുന്ന അധികാരം ലഭിച്ചു. അധികാരം എവിടെയാണ് മക്കൾ എന്ന് പറയുന്ന മേഖലയിൽ അധികാരം ഉപയോഗിക്കേണ്ടത്? മക്കളാകാൻ എവിടെയാണ് അധികാരം എക്സസൈസ് ചെയ്യേണ്ടത്, ഉപയോഗിക്കേണ്ടത് എവിടെയാണ്? അവിടെയാണ് ഈ വാക്യത്തിന്റെ പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കേണ്ടത്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർ, അതായത് പൂർണ്ണ പരാജയത്തിൽ കിടക്കുന്നവരെ പൂർണ്ണ ജയത്തിലേക്ക് നടത്തുക. പൂർണ്ണ മനുഷ്യനായിരിക്കുന്നവരെ പൂർണ്ണമായ ദൈവത്തിന്റെ ദൈവിക സ്വഭാവമുള്ളവനായിട്ട്. യേശുവിനെ നമ്മൾ കാണുന്നത് അങ്ങനെ, പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവും. യേശുവിൽ പൂർണ്ണ ക്രൂശിൽ നമ്മൾ കാണുന്നത് അല്ലേ പൂർണ്ണ അനുസരണം എന്ന് പറഞ്ഞാൽ, നമ്മളവിടെ നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യ നേരത്തെ നമ്മുടെ പുറമേ ഉള്ള കണ്ണുകൊണ്ട് നോക്കിയാൽ പൂർണ്ണ പരാജയം അവനെ പൂർണ്ണ ജയമാക്കി മാറ്റി. പൂർണ്ണ മനുഷ്യനായിരുന്നവൻ ഉറങ്ങുന്നു, കരയുന്നു, ചിരിക്കുന്നു, വിശക്കുന്നു, അല്ലെ? ഇതെല്ലാം പൂർണ്ണ മനുഷ്യനായിരുന്നവനെ അവനിൽ തന്നെ പൂർണ്ണ ദൈവത്തെ നമുക്ക് കാണിച്ചു തരും. അപ്പൊ അവിടെ അധികാരം, നമ്മൾ എന്തിനാണ് ഈ അധികാരം ഉപയോഗിക്കേണ്ടത്? നമ്മളോട് തന്നെ ചില മേഖലകളിൽ തിരുത്തപ്പെടാനായിട്ട് ഈ അധികാരം ഉപയോഗിക്കണം. എന്തിനാണെന്നറിയാമോ? നമ്മളോട് പിശാചു പറയും നീ സാധാരണ മനുഷ്യനാണ്. നമ്മളോട് പിശാചു പറയും നീ ഭയത്തിന്റെ കീഴില. നമ്മളോട് പിശാചു പറയും നീ തകർന്നു കിടക്കുക. നമ്മളോട് പിശാചു പറയും നീ തോൽവിയാ. അപ്പോൾ അവിടെ പിശാചു പറയുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡ്, നമ്മുടെ സോൾ പലപ്പോഴും നമ്മുടെ ചുറ്റുപാടുകൾ കാണുന്ന കാഴ്ചയ്ക്കും ഇമോഷൻസും, നമ്മൾ തൊടുന്നതും കാണുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങളോട് ചേർന്ന് പോകും നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ സോൾ, നമ്മുടെ മനസ്സ്. പക്ഷേ എപ്പോഴാണോ അതിനപ്പുറമായി, അതിനതീതമായി ആത്മാവിൽ യേശു ക്രിസ്തു ക്രൂശിൽ നിവർത്തിച്ച തന്റെ ജയകരമായ ആ പൂർണ്ണതയുടെ പ്രവൃത്തിയുടെ ആ റിസൾട്ട് ഒരു ജീവിതത്തിനകത്ത് തിരിച്ചറിഞ്ഞുകൊണ്ട് പറയാൻ സാധിക്കണമില്ല, ഞാൻ പൂർണ്ണ പരാജയമെന്ന് ലോകം പറയുമ്പോൾ തന്നെ ഞാൻ പൂർണ്ണമായ ഒരു ജയാളിയാണ്. പൂർണ്ണമായി തകർന്നവൻ ലോകം പറയുമ്പോൾ തന്നെ ഞാൻ പൂർണ്ണമായി അനുഗ്രഹിക്കപ്പെട്ടവനാണ്. ശാപത്തിന് കീഴിൽ കിടക്കുന്ന ലോകം പറയുമ്പോൾ തന്നെ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. തോൽവി എന്ന് ലോകം പറയുമ്പോൾ തന്നെ ഞാൻ ജയാളിയാണ്. Hallelujah. This is so important. ഇത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യം. So important. നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്ക് ക്രിസ്തുവിലുള്ള ആ ഒരു ബന്ധമില്ല, ക്രിസ്തുവിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ്, ആ ബന്ധത്തിനകത്താണ് ഈ ഒരു അവയർനെസ് നമുക്കുണ്ടാകും. വചനത്തിൽ ഇരിക്കുമ്പോൾ നമ്മുടെ അകത്ത് ബോധ്യമുണ്ട്, ഇല്ല ഈ പരാജയം എന്നെ തകർക്കത്തില്ല, ഈ പ്രതിസന്ധി എന്നെ തകർക്കത്തില്ല, ഇവിടെ ഞാൻ അധികാരമുള്ളവനാണ്,
ഞാൻ സാഹചര്യങ്ങളെ ഹല്ലേലൂയ ആമേൻ ജയിച്ചവനായി, ഞാൻ പ്രതികൂലങ്ങളെ തകർത്തവനായി, പ്രതിസന്ധികളെ തകർത്തവനായി, ഭാരങ്ങളെ തകർത്തവനായി ഞാൻ എഴുന്നേറ്റ് നിൽക്കും. ഇതിന് ഹല്ലേലൂയ എനിക്ക് അധികാരം തന്നിരിക്കുക. എന്തിനാണെന്നറിയാമോ? എനിക്ക് എന്റെ മനസ്സിനെ തകർക്കുന്ന, എന്റെ നിരാശയെ തകർക്കുന്ന ഹല്ലേലൂയ ആ ചിന്തകളെ പിടിച്ചടക്കാനായിട്ട് എന്റെ അകത്ത് അധികാരം തന്നിരിക്കുക. യേശുക്രിസ്തു ആത്മാവിന്റെ ശക്തി ലഭിച്ചപ്പോൾ അധികാരത്തോടെ സംസാരിച്ചുവെങ്കിൽ ഇന്ന് നിങ്ങളുടെ അകത്തും എന്റെ അകത്തും ഇരിക്കുന്നത് ശക്തി നിങ്ങളുടെ അകത്തും എന്റെ അകത്തും പകർന്നിരിക്കുക. ആമേൻ, പ്രൈസ് ദി ലോർഡ്. നമ്മൾ ദൈവത്തിന്റെ മക്കളാണെന്നുള്ള റിയാലിറ്റി, ആ ഒരു ട്രൂത്തിനെ പിശാച് പലപ്പോഴും ഹൈഡ് ചെയ്യും. നീ തകർന്നു കിടക്കുക, നീ ഒരു തോൽവിയാണ്, നീ ജയിക്കത്തില്ല, നീ ശാപമാണ്, നീ ഒരു തകർച്ചയാണ്. ഈ നുണ പിശാച് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. കണ്ടിന്യൂസ് ആയിട്ട് നിന്റെ ജീവിതം ഒരു പഴങ്കഥയാണ്, നിന്റെ ജീവിതം ഒരു ശൂന്യതയാണ്. നിനക്കറിയാലോ നിന്റെ അമ്മയെ അപ്പനെ കുറിച്ച്, നിനക്കറിയാലോ നിന്റെ സഹോദരങ്ങളെ കുറിച്ച്, നിനക്കറിയാലോ നിന്റെ വരുമാനത്തെ കുറിച്ച്, നിനക്കറിയാലോ നിന്റെ ശരീര അവസ്ഥയെ കുറിച്ച്, നിനക്കറിയാമല്ലോ നിന്റെ ഫാമിലിയുടെ സിറ്റുവേഷനെ കുറിച്ച് അറിയാം. യെസ്, ഹല്ലേലൂയ. പക്ഷെ അതിനതീതമായി എനിക്ക് ഒരു കാര്യം അറിയാം. എന്റെ അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ എന്നെ കണ്ടെന്നെ പേർചൊല്ലി വിളിച്ചവനുണ്ട്. ലോക സ്ഥാപനത്തിനു മുമ്പേ എന്നെ പേർചൊല്ലി വിളിച്ചൊരു കർത്താവുണ്ട്. അവനിൽ ഞാൻ ജയാളിയാണ്. അപ്പൊ ഈ അധികാരം ഉപയോഗിക്കേണ്ടത് എന്തിനാണെന്നറിയാം? ഈ അധികാരം ഉപയോഗിക്കേണ്ടത് നമുക്കറിയാം. യേശുക്രിസ്തു അധികാരത്തോടെ ദുരാത്മാക്കളോട് കൽപ്പിച്ചു. അധികാരത്തോടെ, ആ ശക്തി അകത്തിരിപ്പുണ്ട്. പരിശുദ്ധാത്മാവിനാൽ ശക്തി ഉണ്ടായിരുന്നവൻ അധികാരത്തോടെ ദുരാത്മാക്കളോട് കൽപ്പിച്ചു. അപ്പൊ നമ്മുടെ ജീവിതത്തിനകത്ത് അധികാരത്തോടെ ദുരാത്മാക്കളോട് കൽപ്പിക്കുക. വാട്ട് ഈസ് ദാറ്റ്? എന്താണത്? അതായത് നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മളെ ആമേൻ സ്ട്രെസ്സിനകത്ത് കൊണ്ടുപോകുന്നത്, ഭയത്തിനകത്ത് കൊണ്ടുവന്നിരുന്നത്, നിരാശയുടെ അകത്ത് കൊണ്ടുപോകുന്നത്, തളർച്ചയുടെ അകത്ത് കൊണ്ടുപോകുന്നത്, ക്ഷമിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ കൊണ്ടുവരുന്നത്, നമ്മുടെ ദേഷ്യത്തെ നിയന്ത്രിക്കാൻ കഴിയാതാകുക, പല കാര്യങ്ങൾക്കും നിയന്ത്രിക്കാൻ കഴിയാതവണ്ണമായി തീരുന്നത്. പ്രിയപ്പെട്ടവരെ, ആ അവസ്ഥകളിൽ നിങ്ങളുടെ വിടുതലിരിക്കുന്നത് വേറെ ആരുടെയോ അഭിഷേകത്തിന്റെ കീഴിലല്ല. നിങ്ങളുടെ വിടുതലിരിക്കുന്നത് വേറെ ഏതോ ഒരു വസ്തുവിലെ, വേറെ ഏതോ ഒരു സ്ഥലത്തോ, വേറെ ഏതോ ഒരു വ്യക്തിയിലല്ല. നിങ്ങളുടെ വിടുതൽ നിങ്ങളുടെ തിരിച്ചറിവിലാണ് ഇരിക്കുന്നത്. വചനം ഇങ്ങനെയാണ് പറയുന്നത്: സത്യം നിങ്ങൾ അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. അപ്പൊ നിങ്ങളുടെ സ്വാതന്ത്ര്യം എവിടെ ഇരിക്കുന്നത്? ഇന്ന് പ്രിയപ്പെട്ട ഒരു മനുഷ്യൻ ഓടി നടക്കുക. എവിടെ പോയാൽ എനിക്കൊരു ഫ്രീഡം കിട്ടും? അതിന് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം പോവുക, കാണാൻ പറ്റുന്ന ആളുകളെല്ലാം കാണുക. പ്രിയപ്പെട്ട ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിന്റെ വിടുതലും അനുഗ്രഹവും ഉയർച്ചയും ഇരിക്കുന്നത് ഏതോ ഒരു ആമേൻ ഹല്ലേലൂയ പ്രത്യേക സ്ഥലത്തല്ല, ഏതോ ഒരു പ്രത്യേക വ്യക്തിയിലല്ല. നിങ്ങൾ സത്യം അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. നിങ്ങളുടെ അകത്ത് ആത്മാവിന്റെ അഭിഷേകം ഇരിപ്പുണ്ട്. ആമേൻ ഹല്ലേലൂയ. നമുക്ക് 1 യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായത്തിൽ 14-ാം വാക്യം: പിതാക്കന്മാരെ ആദ്യം മുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കാൻ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്. ബാല്യക്കാരെ, നിങ്ങൾ ശക്തരാകിയാലും ദൈവവചനം നിങ്ങളിൽ വസിക്കാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കാലും ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കും. അവിടെ പറയുന്ന ഒരു കാര്യം ഇതാണ്: ബാല്യക്കാരെ, നിങ്ങൾ ശക്തരാകിയാലും ദൈവവചനം നിങ്ങളിൽ വസിക്കാൻ. അവിടെ സംശയത്തിനിട നൽകാതെ പറയുകയാണ്, നിങ്ങൾ ദുഷ്ടനെ ജയിച്ചവരാണ്, നിങ്ങൾ ശക്തന്മാരാണ്. ഇവിടെ ഈ ജയിച്ച നമ്മുടെ മുമ്പിൽ വന്നിട്ട് പിശാച് പറയുക, നീ തോറ്റവനാന്ന് നമ്മുടെ അടുത്ത് പറയും. നമുക്ക് ഈ സത്യം അറിയാത്തതുകൊണ്ട് പലപ്പോഴും നമ്മൾ എന്ത് വിചാരിക്കും? അവന്റെ ശബ്ദവും ബഹളവും കേൾക്കുക, നമ്മൾ അതിനെ അങ്ങ് അംഗീകരിക്കും. പ്രിയപ്പെട്ടവർ, നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന സാഹചര്യങ്ങൾ എത്രമാത്രം ഗുരുതരമാകട്ടെ, എത്രമാത്രം വെല്ലുവിളികൾ നിറഞ്ഞതായിക്കോട്ടെ, നാം ദുഷ്ടനെ ജയിച്ചവരാണ്. കാരണം നാം ശക്തന്മാരാണ്. ഈ ശക്തി നമ്മുടെ അകത്തിരിപ്പുണ്ട്. എവിടെയാണ് നമ്മൾ അതിനെ ഉപയോഗിക്കേണ്ടത്? നമ്മുടെ നിരാശയോട്, നമ്മുടെ ഭയത്തോട്, നമ്മുടെ ഭാരപ്പെടുന്ന അവസ്ഥയോട് നമുക്ക് കൽപ്പിക്കാൻ ധൈര്യം വേണം. യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, ഈ ശാപം എന്റെ മേൽ വാഴത്തില്ല, ഈ ദാരിദ്ര്യം എന്റെ മേൽ വാഴത്തില്ല, ഈ പ്രതിസന്ധി എന്റെ മേൽ വാഴത്തില്ല. ക്രിസ്തുവിന്റെ അധികാരത്തോടുകൂടെ ഞാൻ നിൽക്കുമ്പോൾ, അഭിഷേകത്തോടുകൂടെ ഞാൻ നിൽക്കുമ്പോൾ, ദൈവകൃപയോടുകൂടെ ഞാൻ നിൽക്കുമ്പോൾ, ഇല്ല, ഈ പ്രതിസന്ധിക്ക് എന്നെ തകർക്കുവാൻ സാധ്യമല്ല, ഈ പ്രതികൂലങ്ങൾക്ക്, ഈ വെല്ലുവിളികൾക്ക് എന്നെ തകർക്കുവാൻ സാധ്യമല്ല. എന്റെ അകത്തിരിക്കുന്നവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. ആമേൻ ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മുടെ അകത്ത് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് 2 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിൽ പറയുന്നത്. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. അതിന്റെ 3 മുതലുള്ള വാക്യങ്ങളെ വായിക്കാം. ഞങ്ങൾ ജഡപ്രകാരം സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. ഞങ്ങളുടെ ആയുധം ആത്മാവിന്റെ ആയുധമാണ്.
ആത്മാവിന്റെ ആയുധം എന്ന് പറയുന്നത് ഒരൊറ്റ ആയുധത്തെ കുറിച്ച് പറയുന്നുള്ളൂ. ദൈവത്തിന്റെ സർവായുധവർഗം എടുത്തുകൊള്ളാനായിട്ട് പറയുമ്പോൾ ഒരൊറ്റ ആയുധത്തെയാണ് ആത്മാവിന്റെ ആയുധമായിട്ട് പറയുന്നത്. അത് ദൈവത്തിന്റെ വചനം എന്ന ആത്മാവിന്റെ വാൾ. അപ്പൊ നമുക്ക് ഇവിടെ പറയുന്നത് ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, അവ കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുക? ആമേൻ, ദൈവസന്നിധിയിൽ ശക്തിയുള്ളവയാണ്. ഇത് ഉപയോഗിക്കുന്ന എവിടെയാണെന്നറിയാമോ? എന്റെ മുൻപിൽ നിൽക്കുന്ന ശത്രുവിനോടല്ല, എന്റെ അകത്തിരിക്കുന്ന ശത്രുവിനോട്, എന്റെ ഉള്ളിൽ നിരാശപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് അതിന്റെ അഞ്ചാം വാക്യം ഇങ്ങനെ പറയുന്നത്, അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പോകുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി. അപ്പൊ ഞങ്ങള് ചെയ്യുന്നൊരു കാര്യം എന്താ? അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങൾ ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും പ്രൈസ് ഗോഡ്. ഇവിടെ ഈ ആയുധം ദൈവവചനത്താൽ ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ഞങ്ങൾ ഉപയോഗിക്കുന്ന ഒരൊറ്റ കാര്യം തന്നെ പറയും, ഞങ്ങളുടെ ഉള്ളിൽ നമ്മൻ ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും പിടിച്ചടക്കും. ഞങ്ങളുടെ ചിന്തയ്ക്കകത്ത് വരുന്ന നിരാശകളെയും ഭാരത്തെയും ഭയത്തെയും മുഴുവൻ പിടിച്ചടക്കി. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ അകത്ത് ആത്മാവ് വസിക്കുന്നത് നിങ്ങൾക്ക് ശക്തി പകരാനായിട്ട്, നിങ്ങൾക്ക് അധികാരം പകരാനായിട്ട്. ആ അധികാരം കൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം നിങ്ങളിലുള്ള നിരാശയെ, നിങ്ങളിലുള്ള ഭയത്തെ, നിങ്ങളിലുള്ള രോഗഭയത്തെ, നിങ്ങളിലുള്ള മരണഭയത്തെ, നിങ്ങളിലുള്ള തോൽവിയുടെ ചിന്താഗതിയെ, ഡിപ്രഷനെ, നിരാശയെ, ആമേൻ, ആത്മാവിന്റെ അധികാരം തിരിച്ചറിഞ്ഞുകൊണ്ട് പറയണമില്ല, പിശാചേ നിനക്ക് എന്റെ മേൽ വാഴാൻ അധികാരമില്ല. ശാപത്തിന്, രോഗത്തിന്, ദാരിദ്ര്യത്തിന്, നിരാശയ്ക്ക്, ആമേൻ, ഭയത്തിന്, സംശയത്തിന്, ആമേൻ, ഹല്ലേലൂയ, ഒന്നിനും എന്റെ മേൽ വാഴാൻ അധികാരമില്ല. അത് നിങ്ങൾ ആ അധികാരത്തെ ഉപയോഗിക്കുമ്പോൾ ഹല്ലേലൂയ അവിടെയാണ് പുത്രത്വം വെളിപ്പെടുന്നത്. അതുകൊണ്ടാണ് റോമർ 8:20 പറയുന്നത്, സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുക. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ അകത്തുള്ള ശക്തിയുടെ ആമേൻ ഹല്ലേലൂയ ആമേൻ പ്രകടമാകുന്ന അധികാരത്തോടുകൂടെ നിങ്ങൾ നിൽക്കുമ്പോൾ രോഗം നിങ്ങളുടെ മേൽ വാഴത്തില്ല, ശാപം നിങ്ങളുടെ മേൽ വാഴത്തില്ല, പ്രതിസന്ധികൾ നിങ്ങളുടെ മേൽ വാഴത്തില്ല, പ്രതികൂലങ്ങൾ നിങ്ങളുടെ മേൽ വാഴത്തില്ല. നിങ്ങളുടെ അകത്തിരിക്കുന്ന പവർ, നിങ്ങളുടെ അകത്തിരിക്കുന്ന അതോറിറ്റി, നിങ്ങളുടെ അകത്തിരിക്കുന്ന അധികാരം, ആത്മാവിനുള്ള അധികാരം, നിങ്ങളുടെ അകത്ത് രോഗത്തിന് മേൽ, ശാപത്തിന് മേൽ, ആമേൻ, പ്രതിസന്ധികളുടെ മേൽ, ആമേൻ ഹല്ലേലൂയ നിരാശകളുടെ മേൽ, ആമേൻ. ചിലപ്പോൾ നമുക്കൊക്കെ അറിയാലോ, നമ്മുടെ ജീവിതത്തിനകത്ത് എല്ലാ കാര്യങ്ങളുടെ അകത്തും വലിയ ധൈര്യമാണ്. ചിലപ്പോൾ അകാരണമായ ഭയം നമ്മളെ വാഴുന്നുണ്ടായിരിക്കാം, അകാരണമായ നിരാശ നമ്മളെ വാഴുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ ചിലരോട് ക്ഷമിക്കാൻ കഴിയുന്നില്ല, ചില കാര്യങ്ങൾ മറക്കാൻ കഴിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളുടെ അകത്ത് വരുമ്പോൾ ഹല്ലേലൂയ നിങ്ങൾ അധികാരമുള്ളവരായിട്ട് മാറും. അധികാരത്തോടുകൂടെ നിങ്ങളുടെ അധികാരത്തെ തിരിച്ചറിഞ്ഞ് നിങ്ങൾ നിൽക്കുമ്പോൾ ഹല്ലേലൂയ നിങ്ങളുടെ അവസ്ഥകൾ മാറും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആമേൻ. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കും ദൈവമക്കളാകാൻ അധികാരം തന്നിരിക്കുക. നിങ്ങളുടെ ജീവിതം തകരാനുള്ളതല്ല പ്രിയപ്പെട്ടവരെ. നിങ്ങളുടെ ജീവിതം ശൂന്യതയിൽ കിടന്ന് തീരാനുള്ളതല്ല. നിങ്ങളുടെ ജീവിതം ഒരു പരാജയമായി പരിണമിച്ച് അവസാനിക്കാനുള്ളതല്ല. മറ്റുള്ളവരുടെ മുന്നിൽ ഒരു പരിഹാസമായി തീരാനുള്ളതല്ല. കാരണം നിങ്ങൾ ക്രിസ്തുവിൽ വീണ്ടും ജനിച്ചവരായതുകൊണ്ട് ഹല്ലേലൂയ വീണ്ടും ജനിച്ച സകലരുടെയും ജീവിതത്തിൽ പരാജയത്തെ മറികടന്നവരാ. അവർ ജനിച്ചപ്പോൾ മരിക്കുന്നവരായിട്ടാണ് ജനിച്ചത്, എന്നാൽ അവർ വീണ്ടും ജനിച്ചപ്പോൾ മരണത്തെ ജയിച്ചു. അവർ ജനിച്ചപ്പോ തോൽക്കുന്നവരായിട്ടാണ് ജനിച്ചത്, എന്നാൽ വീണ്ടും ജനിച്ചപ്പോ തോൽവിയെ ജയിച്ചു. അവർ ജനിച്ചപ്പോ ശാപത്തിന് കീഴാണ് ജനിച്ചത്, എന്നാൽ വീണ്ടും ജനിച്ചപ്പോ ശാപത്തെ ജയിച്ചു. അവർ ജനിച്ചപ്പോ ദാരിദ്ര്യത്തിൽ, ജനിച്ചപ്പോൾ ദുഃഖത്തിൽ, നിരാശയിൽ, പ്രതിസന്ധിയിലാണ് ജനിച്ചത്, എന്നാൽ വീണ്ടും ജനിച്ചപ്പോ അവർ ദാരിദ്ര്യത്തെ ജയിച്ചു, ശാപത്തെ ജയിച്ചു. നിങ്ങൾ ശാപത്തെ ജയിച്ചവരാ, രോഗത്തെ ജയിച്ചവരാ, ദാരിദ്ര്യത്തെ ജയിച്ചവരാ പ്രിയപ്പെട്ടവരാ. അതെ, വീണ്ടും ജനിച്ചവരാ. നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവിന്റെ അധികാരവും ശക്തിയും വസിക്കുന്നത് നിങ്ങളെ സകല മേഖലകളിലും ജയാളികളായി നടത്തുവാനായിട്ട്, ആ ബോധ്യത്തോടുകൂടെ ആമേൻ ഈ ദിവസങ്ങളിൽ മുന്നോട്ട് പോകാനായിട്ട് ധൈര്യപൂർവ്വം, യെസ്, എന്നെ ശക്തനാക്കുന്ന അവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ. യെസ്, ഹല്ലേലൂയ. ആ ശക്തി നിങ്ങളിൽ വെളിപ്പെടുമ്പോൾ നിങ്ങൾ ജയാളികളായി മാറും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവേ, അനുഗ്രഹീതമായ സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവിനെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരമുള്ള ജീവനും സമൃദ്ധിയും സന്തോഷവും സമാധാനവും ജീവിതങ്ങളിലേക്ക് ഒഴുകട്ടെ. എല്ലാ അവസ്ഥകൾക്കും
ക്രിസ്തുവേശുവിനോടുള്ള ജയവും വിടുതലും പരിഹാരവും ഈ ദിവസങ്ങൾ ഉണ്ടാകട്ടെ. തകർന്നു കിടക്കുന്നവർ, ശൂന്യതയിൽ കിടക്കുന്നവർ, എല്ലാ വാതിലും അടഞ്ഞുപോയി എന്ന് ഭയത്തോടിരിക്കുന്നവർ, ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തെ ഞങ്ങൾ കൽപ്പിക്കുമ്പോൾ കർത്താവ് ഈ ദിവസങ്ങൾ അവരുടെ ജീവിതത്തിനകത്ത് അനുഗ്രഹത്തിന്റെ ദിവസങ്ങളായി മാറട്ടെ, ജയത്തിന്റെ ദിവസങ്ങളായി മാറട്ടെ, ഉയർച്ചയുടെ ദിവസങ്ങളായി മാറട്ടെ, സാക്ഷ്യങ്ങളുടെ ദിവസങ്ങളായി മാറട്ടെ. അതേ കർത്താവേ, ആമേൻ, ആർക്കും ആരുടെയും ജീവിതത്തിൽ ഇന്നു വരെയും ആമേൻ ഹല്ലേലൂയ കണ്ടിട്ടില്ലാത്ത ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന ഒരു സീസണായിട്ട് ഇവരുടെ ജീവിതത്തിൽ മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അബ്രഹാമിന് അന്നത്തെ കാലത്ത് അവൻ ഹല്ലേലൂയ ആ കാലഘട്ടത്തിൽ അവൻ എന്താണോ ആവശ്യമായിരുന്നത് അത് അന്നത്തെ കാലത്ത് അവിടുന്ന് കൊടുത്തെങ്കിൽ, മോശയ്ക്ക് എന്തായിരുന്നു ആവശ്യമായിരുന്നത് അത് അന്നത്തെ കാലഘട്ടത്തിൽ അവർ നൽകിയെങ്കിൽ, ദാവീദിന് ആവശ്യമുള്ളത് അന്നത്തെ കാലഘട്ടത്തിന് ആവശ്യമായത് അന്ന് നൽകിയെങ്കിൽ, കർത്താവ് ഇന്നത്തെ കാലഘട്ടത്തിൽ കർത്താവ് ഹല്ലേലൂയ ആവശ്യമായത് വിടുതൽ, ആവശ്യമായ അത്ഭുതം, ആവശ്യമാകുന്ന ദൈവകൃപ, ആവശ്യമാകുന്ന ദൈവിക പരിജ്ഞാനം, ആവശ്യമാകുന്ന ദൈവിക ആമേൻ വിടുതലും ജ്ഞാനവും മഹത്വത്തോടെ ജീവിതത്തിൽ കൊടുത്ത് ജയത്തോടെ, അനുഗ്രഹത്തോടെ, ഉയർച്ചയോടെ വലിയ സാക്ഷികളായി നിൽപ്പാൻ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ജയാളികളായി നിർത്തിയിരിക്കുന്നതിനായി സ്തോത്രം, ജയത്തോടെ നിർത്തിയിരിക്കുന്നതിനായി സ്തോത്രം. അത്ഭുതങ്ങളെ ചെയ്ത് മാനിക്കും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരാജയങ്ങൾ മാറിപ്പോട്ടെ കർത്താവ്, മനസ്സിനകത്തുന്ന ആശങ്കകൾ മാറിപ്പോട്ടെ. അതേ കർത്താവ്, ഇന്നുവരെ അവരുടെ ജീവിത നിലവാരത്തിൽ ആർക്കും ലഭിച്ചിട്ടില്ലാത്ത ദൈവികമായ ഫേവർ, ഡിവൈൻ അതോറിറ്റി, ഡിവൈൻ പ്രോസ്പെറിറ്റി, ഡിവൈൻ ഹെൽത്ത് അവരുടെ ലൈഫിൽ വെളിപ്പെടട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ഗാഡ്. നിങ്ങൾ ഒരു അനുഗ്രഹമാണ്, മറക്കരുത്, നിങ്ങൾ ഒരു അനുഗ്രഹമാണ്. അത് തിരിച്ചറിയുക. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളിലും നിങ്ങളുടെ അകത്തിരിക്കുന്ന ശക്തി, ആത്മാവിന്റെ ശക്തി തിരിച്ചറിയുക. ആമേൻ. അധികാരത്തോടുകൂടെ നിൽക്കുക. ആമേൻ. ഒരിടത്തും നിങ്ങൾ പരാജയപ്പെടാൻ വിളിക്കപ്പെട്ടവരല്ല, നിങ്ങൾ ദൈവമക്കളാണ്. എല്ലായിടത്തും ജയമായി, ജയത്തിന്റെ ഉത്സവമായി ഹല്ലേലൂയ നടക്കുവാൻ, നിൽക്കുവാൻ, ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. നിങ്ങൾ ജയിക്കും എന്നല്ല, നിങ്ങൾ ജയിച്ചവരാണ്. ഗാഡ് ബ്ലസ് യു. ആമേൻ.